ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗം എൻ്റെ സിംഹാസന, ഭൂമി എൻ്റെ പാദപീഠമെന്ന് അരുളി ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകൽക്കാലം എൻ്റെ പ്രിയ സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും ആമീൻ അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവവചനത്തിന്റെ സന്ദേശങ്ങളാണ്. എത്ര പേർക്കത് അനുഗ്രഹമായി തീർന്നു. നമ്മുടെ ജീവിതത്തിൽ ആർക്കൊക്കെ ഇത് ഗുണകരമായി തീർന്ന് ഒരു ആത്മീയ ഗുണീകരണത്തിനും ദൈവികമായ തികവനും എത്ര പേർക്ക് ഇത് ഗുണകരമായി തീർന്നെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ ദിവസവും ഞാൻ പ്രസംഗിക്കുന്ന ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോ ദിവസവും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ഓരോ ദിവസവും നിങ്ങൾ വചനം പഠിക്കണം, നിങ്ങൾ ധ്യാനിക്കണം, നിങ്ങൾ അത് ഗ്രഹിക്കണം. എന്നിട്ട് നിങ്ങൾ അത് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങൾ അതിൻ്റെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കുമായിരിക്കാം, അഭിഷിക്തന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുമായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരി അപ്പനിഷ്ടം മക്കള് അപ്പനോട് പറയുന്നതാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനോട് പറയുകയാണ്, അപ്പാ എന്ന് വിളിച്ച് ഞാൻ എൻ്റെ ആവശ്യങ്ങൾ അപ്പനോട് അറിയിക്കുമ്പോൾ അപ്പൻ അത് അറിഞ്ഞ് എന്നെ സഹായിക്കുന്ന ഒരു അപ്പനാണ്. സ്തോത്രം. വചനത്തിലൂടെയുള്ള ആ ദൈവികമായ വിടുതലുകളും സ്വാതന്ത്ര്യം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അനേകം പേരാണ് ഈ മെസ്സേജ് കേട്ടതിന് ശേഷം അനേകം പേര് എനിക്ക് സന്ദേശം അയക്കുന്നുണ്ട്. എൻ്റെ ബൈബിൾ വചന പഠന പരമ്പരയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അനേകം പേർക്ക് ഇതൊരു അനുഗ്രഹമായി തീരുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം, ഓരോ ദിവസവും നിങ്ങൾ വചനം വായിക്കണം, നിങ്ങൾ വചനം പഠിക്കണം, നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മേൽ ദൈവം അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ ഇന്ന് പകൽക്കാലം അടിവരയിട്ട് പറയുന്നു. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ തലമുറകളെയും സമസ്ത മേഖലകളെയും അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. അതിനാധാരമായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിക്കും. യഹോവയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. അതെ, ജനം പുല്ലു തന്നെ. പുല്ലുണങ്ങുന്നു, പൂ വാടുന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം. പുല്ല് ഉണങ്ങും, പൂ വാടും. പുല്ലാരാണ്? ജനമാണ്. ഈ ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ ഏറിയാൽ 70 അല്ലെങ്കിൽ 80 സംവത്സരം ഈ ലോകത്ത് ജീവിക്കും. ഈ ലോകത്തോടു കൂടി നമ്മൾ മറയപ്പെടും. ഈ മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തന്നെ നമ്മൾ ചേരും. പക്ഷേ നമ്മുടെ ആത്മാവ് അത് ഏൽപ്പിച്ചവന്റെ കയ്യിൽ തന്നെ അത് കടന്നു പോകുവാൻ ഇടയായിത്തീരും. ഈ വചനം നമ്മുടെ അകത്ത് എന്തായി അത്ഭുതങ്ങളായി അത് പ്രവർത്തിക്കണം. അതുകൊണ്ട് ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, യെശയ്യാ പ്രവാചകൻ പറയുന്നു, പുല്ലുണങ്ങും, പൂ വാടും. യഹോവയുടെ വചനമോ ഒരു നാളും വാടിപ്പോകത്തില്ല, അത് എന്നേക്കും നിലനിൽക്കും. അത് നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നതാണ്. ഇവിടം കൊണ്ട് തീരുന്നതല്ല ദൈവത്തിന്റെ വചനം. അത് സ്വർഗതുല്യമായതാണ്, അത് ഏറ്റവും തികവുള്ളതാണ്. അത് ഉലകിൽ ചുട്ടുപഴുപ്പിച്ചെടുത്ത ഒരു നല്ല ഇരുമ്പ് കഷണത്തിന് തുല്യമാണ്. അതുകൊണ്ട് ആ വചനം നമ്മുടെ അകത്ത് എങ്ങനെയാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്, അതിനനുസരിച്ചാണ് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന സകലതും നശിച്ച് നാമാവിശേഷമാകും. ഈ ലോകത്ത് ഇന്ന് വരെ മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്നത് സകലതും നശിക്കും. അപ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം ഒരു നാളും നശിച്ചു പോകത്തില്ല. ദൈവത്തിന്റെ വചനം ഭൂമിയിലും അത് സ്വർഗത്തിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമാണ്. അത് നിലനിൽക്കുന്ന വചനമാണ്. അത് ഒരിക്കലും ഒരു താൽക്കാലിക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം ദൈവത്തോളം വലുതാണ്. അത് ദൈവ ശ്വാസമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഉറ്റിരിക്കുന്നവരായി തീരണം. അതിനായിട്ടോ ഇന്ന് പകൽക്കാലം എത്ര പേർ സമർപ്പിക്കുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വലുതാണെങ്കിലും ആ വിഷയത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ശബ്ദവും ദൈവത്തിന്റെ വാക്കും. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ വാക്കിനും ദൈവത്തിന്റെ വചനത്തിനും വില കൊടുക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകലിലും നിങ്ങളിലും എന്നിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നവരായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.